45 പ്ലസ് 65 എത്രയാ? 110. വെരി ഗുഡ്. 65 മൈനസ് 98 എത്രയാ? 65 മൈനസ് 98. അതെ. 65-ന് 98 പോലെ മാസ്റ്റർ. ആര് പറഞ്ഞു പോവില്ലെന്ന്? പോയില്ലെങ്കിൽ പോയിപ്പിക്കണം. മനസ്സിലായോ? അടുത്തൊന്ന് കടം മേടിക്കണം. ശരി. മോൾ അവിടെ നിന്ന് കടം മേടിക്ക്. ഞാനൊന്ന് പോയിട്ട് വരാം. ഞാനൊന്ന് ലാബറട്ടറി പോയിട്ട് വരാം. വയറൊഴിഞ്ഞു പോയപ്പോ എന്തൊരു സുഖം. പരമാനന്ദ സുഖത്തെ പർവ്വതീനെഴുതാമോ? എഴുതി കഴിഞ്ഞോ? ഇല്ല, എഴുതിക്കൊണ്ടിരിക്കുക. കഴിയുമ്പോ മാസ്റ്ററെ ഒന്ന് വിളിക്കണം കേട്ടോ. ശരി മാസ്റ്റർ. അയ്യ. എന്തു പറ്റി പക്ഷേ? ഞാനേ ഇതിലൊന്ന് കിടന്നു. അപ്പൊ തുടങ്ങിയതാ ഈ ചൊറിച്ചില്. ഇതില് മുഴുവൻ നായക്കണ്ണപ്പൊടിയാ. നായ്ക്കറിനപ്പൊടിയോ? ആ, അതെങ്ങനെ ഇവിടെ വന്നു? എനിക്കറിയാൻ മേല. ചിന്നു, എഴുന്നേക്ക്. ഇതാരാ ഇവിടെ കൊണ്ടിട്ടത്? പറേ, നിനക്ക് എവിടെ കിട്ടി? സ്കൂളിൽ നിന്ന് ഒരു കുട്ടി തന്നതാ. നീ എന്തിനാണ് ഇവിടെ കൊണ്ടുവിട്ടത്? വേണ്ട സാറേ, വേണ്ട. കല്ലണ്ട, അവള് കുഞ്ഞല്ലേ, വേണ്ട. മാഷ് പോയി മേലെഴുതിട്ട് പോ. മാഷേ, അല്ല സാറേ, മാഷോട് പോയി മേലെഴുതിട്ട് വരാനാ പറഞ്ഞത്. എന്തിനാണ് ഇവിടെ കൊണ്ടിട്ടത്? അത് അത് നീ പറയില്ലല്ലേ? ഓടിയോ? ചെയ്യോ? കരയത് മോളെ, കരയത്. എന്താ ചേട്ടാ ഇത്?
കണ്ടിട്ട് സഹിക്കുന്നില്ല. ആന്റി, ആന്റി. ഡാഡി, ഡാഡി, ഡാഡി എന്തിനാ കരയുന്നത്? ഒന്നുമില്ല മോനെ. ഡാഡി, ഡാഡി അടിച്ചത് മോക്ക് നൊന്തില്ല ഡാഡി? ടീച്ചറെ, ടീച്ചറെ ഒന്ന് നോക്കൂ. ടീച്ചർ സ്കൂളിൽ പോവാ? അതെ. ഞാനൊരു കാര്യം ചോദിച്ചാൽ ടീച്ചർക്ക് വിഷമം തോന്നുമോ? ചോദിക്കൂ. ഞാൻ ചോദിക്കട്ടെ? ചോദിക്കൂ. ടീച്ചർ എന്തിനാ ദിവസവും സ്കൂളിൽ പോണേ? തനിക്ക് തലയ്ക്ക് വല്ല ഭ്രാന്തുണ്ടോ? പോടോ. എന്റെ സമയം ശരിയല്ലെന്നാ തോന്നണേ. എന്തൊരു നല്ല സിനിമയാണെന്ന് കേട്ടല്ലോ. എനിക്ക് സമയം കിട്ടിയില്ല. വിലാസിനിമ കണ്ടോ? ഓ, ഞാൻ പടം കണ്ടിട്ട് കൊറേ കാലങ്ങളായി. പിന്നെ വീട്ടിലേക്കല്ലേ? കയറിക്കോളൂ. ഇവിടെ അടുത്തല്ലേ, ഞാൻ നടന്നു വിളിക്കോളാം. എന്നാ അമ്മ കയറും. വിലാസിനിമ കയറിക്കോളൂ. അമ്മേ, വണ്ടി ഈ കുട്ടി അല്പം റിസർവ് ടൈപ്പ് ആണല്ലോ. ഇരിക്കൂ. മോളെന്തിനാ ഇന്നലെ കരഞ്ഞത്? മോളിന്നലെ സ്വപ്നം കണ്ട് കരഞ്ഞതാ അല്ലേ ആന്റി? അത് മോളിന്നലെ വീണപ്പോ ഉറങ്ങിയതാ അല്ലേ ആന്റി? മെല്ലെ മെല്ലെ. സന്ധ്യയുടെ കാലിന് ചെറുപ്പത്തിലെ പോളിയോ വന്നതാ. ഓ, ഒരു കപ്പ് കാപ്പി എടുക്കട്ടെ? തന്ന കുടിക്കാതെ പോവില്ല. അന്യായമായി പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കണമെന്ന് പറയുന്നത് ഞങ്ങളുടെ ന്യായമായ ആവശ്യമാണ്. ഇരു കൂട്ടരും ഇങ്ങനെ വാശി പിടിച്ചാൽ ഈ പ്രശ്നം തീർക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. ഇവർക്കൊന്നുകൂടി ആലോചിക്കാൻ അല്പം കൂടി സാവകാശം കൊടുക്കാം. കുഞ്ഞാണ്ടി, ഒരു വീടിങ്ങതാ. മുറിവീടിയാ? വേറെ ഇല്ല, ഇതേ ഉള്ളൂ. നിനക്ക് വീഡിയോ, ടിവിയോ, ക്ഷയോ വല്ലതും ഉണ്ടോ? എനിക്ക് പലതും ഉണ്ട്, അത് നിന്നോട് പറയാൻ കൊള്ളത്തില്ല. അത് നിന്റെ ശരീരം കണ്ടാൽ അറിയില്ലേ നിനക്ക് പലതും ഉണ്ടെന്ന്. എന്റെ അമ്മോ, എന്തൊരു സുഖ. ഞാനോ? വാ 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 വാ. അതല്ല, അത് വഴിയല്ല, ഇതിലെ. ഇപ്പം പൂസാണെന്നാ തോന്നുന്നത്. വണ്ടി വിട. ഞാൻ തന്നെ ഓടിക്കോണോ ഈ കാർ? ഇന്നസെന്റ് കെട്ടുള്ളത് കണ്ടുവിടാ. വണ്ടിയിൽ ടെലക്കോടി ഉണ്ടാവുമല്ലോ. റാസ്കോൾ.
താനെന്തിനാ എനിക്ക് താനെന്ന് കേവലം ഒരു ഡ്രൈവർ, ഞാനൊരു സർക്കാർ ഞാൻ ഉദ്യോഗസ്ഥൻ. ഞാൻ- എന്റെ ഇമേജിനെ ചോദ്യം ചെയ്താൽ നിന്റെ മുതലാളി വിളിക്കടാ. എടാ, മുതലാളി വിളിക്കാൻ. എടാ, മുതലാളി വിളിക്കടാ. മുതലാളി വിളിക്കടാ. മുതലാളി. ആ, വിളിക്കടാ. വിടടാ. അയ്യോ. ആ. സാർ, ഞാനൊരു സ്വപ്നം കണ്ടതാ. എന്നോട് ക്ഷമിക്കണം സാർ. സാർ, സാർ, ഞാൻ വണ്ടി എടുക്കും. എന്റെ അമ്മോ. അയ്യോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മായ എവിടെ? ആരുടെയോ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞ് രാവിലെ പോയതാ. മായ വരുമ്പം എന്നെ അത്യാവശ്യമായിട്ടൊന്നൊന്ന് കാണാൻ പറയണം. മദർ ഇരിക്കുന്നില്ലേ? പോകാൻ ധൃതിയുണ്ട്. വരട്ടെ കത്രീന. ആ. മദർ ആഗ്നസ് ഓഫീസിലുണ്ട്. ആ, മായയോ? വരൂ. മദർ വീട്ടിൽ വരുമ്പോൾ ഞാനൊരു കല്യാണത്തിന് പോയിരിക്കായിരുന്നു. മായ അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നു. എന്താ മദർ വിശേഷിച്ച്? നമുക്ക് ഒരിടം വരെ ഒന്ന് പോണം. മദർ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ അടുത്തൊരിടം വരെ. മോളെ, ചിന്ന മോൾ അല്ല, മായയുടെ മോളാണ്. മോളെ, മോള് കരയരുത്. തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്റെ കുഞ്ഞിനെ നിന്നിൽ നിന്ന് അകറ്റിയത്. എല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് കരുതിയാ മതി. അവിവാഹിതയായ ഒരു പെണ്ണ് ഒരിക്കലും ഒരു അമ്മയാകാൻ പാടില്ല. പക്ഷേ നിന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു. സമൂഹം നിന്നെ പിഴച്ചോളെന്ന് മുദ്ര കുത്താതിരിക്കാൻ വേണ്ടിയാണ് നിന്റെ കുഞ്ഞിനെ നീ അറിയാതെ അനാഥാലയത്തിൽ വളർത്താൻ തീരുമാനിച്ചത്. ഒരമ്മയും തന്റെ അറിവോടുകൂടി ഒരു കുഞ്ഞിനെയും അനാഥാലയത്തിൽ വളർത്താൻ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. അവിവാഹിതയായ ഒരു സ്ത്രീ അവളുടെ കുഞ്ഞുമായി കഴിയാൻ ആശ്രമത്തിലെ നിയമം അനുവദിക്കുകയുമില്ല. അനാഥയായ നിന്നെയും കുഞ്ഞിനെയും അവിടെ ഇറക്കിവിടാൻ എന്റെ മനസ്സ് അനുവദിക്കാഞ്ഞതുകൊണ്ടാണ് വളരെ വേദനയോടെയാണെങ്കിലും പ്രസവത്തിൽ നിന്റെ കുഞ്ഞ് മരിച്ചുപോയെന്ന് എനിക്ക് പറയേണ്ടി വന്നത്. മായേ, ഞാൻ അടുത്ത് തന്നെ നോർത്ത് ഇന്ത്യയിൽ ഒരു ഓർഫനേജിലേക്ക് പോവുകയാണ്. ഇനി ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല. പോകുന്നതിന് മുൻപായി ഈ സത്യം നിന്നെ അറിയിക്കണമെന്നുണ്ടായിരുന്നു. ഇന്നലെ വരെ നിനക്കില്ലാതിരുന്നൊരു കുഞ്ഞിനെയും കൊണ്ട് നീ താമസ സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോൾ നീ അപമാനിക്കപ്പെടുമെങ്കിലും ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിന്റെ മാതൃത്വം എത്ര കാലം മറച്ചു വെക്കാനാവും? അതുകൊണ്ട് മോളെ, ഇനി കരഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ദൈവം വലിയവനാണ്. ദൈവം നിശ്ചയം ഇതാണെന്ന് കരുതി നീ സമാധാനമായിരിക്കും. മദർ, വാ മോളെ. സിസ്റ്റർ പോയിക്കോളൂ. മോളെ, ഇത് മോളുടെ അമ്മയാണ്.
അമ്മയുടെ അടുത്തേക്ക് ചെല്ല്. മോളെ ഇവിടെ എല്ലാരും ഉണ്ണിമോളെന്നാ വിളിക്കുന്നത്. ചെല്ല്. മോളെ മോളെ മോളുടെ സ്കൂളിലെ അഡ്മിഷന്റെ കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഉണ്ണി പോവാണോ? ഉണ്ണി ഇനി വരില്ലേ? ഉണ്ണിക്ക് അമ്മയെ കിട്ടി. ഉണ്ണിയെ കൊണ്ടുപോകണം. മദർ, എന്റെ അമ്മ എന്നെ കൊണ്ടുവന്ന് എന്നാ വരുക? മോളെ മോള് മോളുടെ അമ്മയുടെ കൂടെ അല്ലേ പോകുന്നത്? ചെല്ല്, വാ. ചെല്ലു മോളെ. കയറ് മോളെ.